പത്തനംതിട്ടയിൽ CPM ഏരിയ സെക്രട്ടറി MV സഞ്ജുവിനെതിരെ പരാതിയില്ലെന്ന് വില്ലേജ് ഓഫീസർ ജോസഫ് പോലീസിന് മൊഴി നൽകി. ആറന്മുള പോലീസ് വില്ലേജ് ഓഫീസറുടെ മൊഴിയെടുത്തു. രണ്ടാമത് വന്ന ഫോൺ കോൾ സംബന്ധിച്ച് അന്വേഷണം നടത്തണമെന്നാണ് വില്ലേജ് ഓഫീസർ ആവശ്യപ്പെട്ടത്. ഈ പരാതിയിൽ മാത്രം നടപടിയെടുക്കാനാകില്ലെന്ന് പോലീസ് വില്ലേജ് ഓഫീസറെ അറിയിച്ചു. അതേസമയം 2 ആഴ്ചത്തേക്ക് കൂടി അവധി നീട്ടാൻ വില്ലേജ് ഓഫീസർ അപേക്ഷ നൽകി. നാരങ്ങാനം വില്ലേജ് ഓഫീസറായി ജോലി ചെയ്യാൻ തനിക്ക് ബുദ്ധിമുട്ടൊന്നുമില്ലെന്നും കൊല്ലാനും വെട്ടാനും കുത്താനും ആരും വരില്ലെന്ന് CPM ജില്ലാ സെക്രട്ടറി ഉറപ്പ് നൽകിയാൽ മതിയെന്നും ജോസഫ് പറഞ്ഞു. പ്രവീൺ പുരുഷോത്തമൻ ചേരുന്നുണ്ട്. പ്രവീൺ പുരുഷോത്തമൻ, ഗുഡ് മോർണിംഗ് പ്രവീൺ. ഈ അയ്യപ്പനും കോശിയും കളി എവിടെ പോയി നിൽക്കും? ജോസഫും സഞ്ജുവും കളി? അതെ അരുൺ, ഇപ്പോൾ അങ്ങനെയൊരു ഘട്ടത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. ഏതായാലും CPIM പത്തനംതിട്ട ഏരിയ കമ്മിറ്റി സെക്രട്ടറി കെട്ടിട നികുതി അടയ്ക്കാത്തതിനെ ചൊല്ലിയുള്ള പ്രശ്നങ്ങളാണ് ഇപ്പോൾ ഈ ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തി നിൽക്കുന്നത്. ആദ്യം CPIM പത്തനംതിട്ട ഏരിയ സെക്രട്ടറി MV സഞ്ജു ഫോണിൽ വിളിച്ച് വെട്ടും എന്നാണ് ഈ വില്ലേജ് ഓഫീസറെ ഭീഷണിപ്പെടുത്തിയത്. അവിടെ മുതലാണ് ഈ പ്രശ്നങ്ങൾ തുടങ്ങിയത്. പിന്നീട് വില്ലേജ് ഓഫീസർ അവധിയിൽ പ്രവേശിക്കുന്നു. 2 ദിവസത്തേക്ക് അദ്ദേഹം അവധി അപേക്ഷ നൽകിയിരുന്നു. ഇനിയിപ്പോൾ 2 ആഴ്ചത്തേക്ക് കൂടി അവധി നീട്ടണം എന്നൊരു അപേക്ഷ ജില്ലാ കളക്ടർക്ക് വില്ലേജ് ഓഫീസർ ജോസഫ് നൽകിയിട്ടുണ്ട്. അതേസമയം ഇന്നലെ ആറന്മുള പോലീസ് മൊഴിയെടുക്കുന്നതിനായി വില്ലേജ് ഓഫീസറുടെ അടുത്ത് ചെന്നിരുന്നു. വിശദമായിട്ടുള്ള മൊഴിയെടുത്തു. പക്ഷേ ഈ ഏരിയ കമ്മിറ്റി സെക്രട്ടറിക്കെതിരെ തനിക്ക് ഒരു പരാതിയും ഇല്ല എന്നാണ് ഇപ്പോൾ വില്ലേജ് ഓഫീസർ ജോസഫ് മൊഴി നൽകിയിരിക്കുന്നത്. പക്ഷേ അദ്ദേഹത്തിന് ഒരു പരാതിയുണ്ട്. അതായത് ഈ വെട്ടും എന്ന് ഏരിയ കമ്മിറ്റി സെക്രട്ടറി MV സഞ്ജു ഭീഷണിപ്പെടുത്തിയതിനു ശേഷം മറ്റൊരു ഫോൺ കോൾ വില്ലേജ് ഓഫീസറുടെ ഫോൺ നമ്പറിലേക്ക് വന്നിരുന്നു. ആ ഫോൺ നമ്പറിൽ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം നടത്തണമെന്ന് വില്ലേജ് ഓഫീസർ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അത് ആ ഫോൺ നമ്പർ സഹിതം ജില്ലാ കളക്ടർക്ക് പരാതിയും നൽകിയിട്ടുണ്ട്. കളക്ടർ ആ ഒരു പരാതി പോലീസിനും കൈമാറിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു അന്വേഷണം മാത്രം മതി എന്നാണ് ഇപ്പോൾ വില്ലേജ് ഓഫീസർ പറയുന്നത്. ഏതായാലും പരാതിയിൽ കൂടുതൽ ഉറച്ചു നിൽക്കാൻ വില്ലേജ് ഓഫീസർ തയ്യാറാകുന്നില്ല. അതേസമയം അദ്ദേഹം ഒരു കാര്യം കൂടി പറയുന്നുണ്ട്. തനിക്ക് നാരങ്ങാനം വില്ലേജ് ഓഫീസിൽ തന്നെ ജോലി ചെയ്യാൻ പ്രശ്നങ്ങൾ ഒന്നുമില്ലെങ്കിൽ അത് തുടരാൻ തനിക്ക് താല്പര്യമുണ്ട്. പക്ഷേ CPIM ജില്ലാ സെക്രട്ടറി രാജു എബ്രഹാം ഒരു ഉറപ്പ് നൽകണം. തനിക്ക് നേരെ മറ്റൊരു ആക്രമണം അല്ലെങ്കിൽ അവിടെ ജോലി ചെയ്യുന്നതിന് മറ്റ് പ്രശ്നങ്ങൾ ഉണ്ടാകില്ല എന്നൊരു ഉറപ്പ് ജില്ലാ സെക്രട്ടറിയുടെ ഭാഗത്തു നിന്നും ലഭിക്കണം എന്നൊരു കാര്യം കൂടി വില്ലേജ് ഓഫീസർ പറയുന്നുണ്ട്. ഏതായാലും പാർട്ടി ജില്ലാ നേതൃത്വത്തിന്റെ ഒരു മറുപടി ഇക്കാര്യത്തിൽ ലഭിച്ചിട്ടില്ല. അതേസമയം ഈ CPIMന്റെ ഏരിയ കമ്മിറ്റി സെക്രട്ടറി MV സഞ്ജു ഇനിയിപ്പോൾ കെട്ടിട നികുതി അടയ്ക്കുമോ ഇല്ലയോ എന്നുള്ളതാണ് ഏവരും ഉറ്റുനോക്കുന്ന ഒരു കാര്യം. മറ്റൊരു കാര്യം കൂടി വില്ലേജ് ഓഫീസർ പറയുന്നുണ്ട്. അതായത് ഈ ഒരു സംഭവം പുറത്തു വന്നതിന് ശേഷം കൂടുതൽ നികുതി അടയ്ക്കാനുള്ളവരൊക്കെ ഈ CPIMന്റെ ഏരിയ കമ്മിറ്റി സെക്രട്ടറിയുടെ ഉദാഹരണം പറഞ്ഞുകൊണ്ട് നികുതി അടയ്ക്കാൻ തയ്യാറാകുന്നില്ല എന്നൊരു കാര്യം കൂടി ഈ വില്ലേജ് ഓഫീസർ പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു പ്രശ്നം കൂടി ഇതിനകത്ത് വരുന്നു എന്നൊരു കാര്യം കൂടി അദ്ദേഹം ഭംഗ്യന്തരേണ അവതരിപ്പിക്കുന്നുണ്ട്. സഞ്ജു നമുക്കൊപ്പം